പഴയ നിയമമൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും. ഡൽഹിയിൽ പോയ സമയത്ത് ഒരു 2-3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, കലാകൗമുദിയിൽ അവിടുത്തെ പൂക്കളെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. വളരെ മനോഹരമായി അത് എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഷയുടെ ഒരു ഭയങ്കരമായ ഒരു സൗകുമാര്യം അതിൻ്റെ അകത്ത് നമുക്ക് അത് ഞാൻ ആ ഒരു കുറിപ്പ് എനിക്ക് ഓർമ്മയുണ്ട്. അത് പോപ്പി പൂവിനെ കുറിച്ചാണ്. പോപ്പി പൂവിന് ഡൽഹിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പോപ്പി കാണുന്നത്. പോപ്പി പൂവ് കാണുന്നത് ഡൽഹിയിൽ വെച്ചാണ്, റെഡ് പോപ്പി. അത് പിന്നീട് പൂക്കളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയപ്പോൾ അതിലൊരു അധ്യായമായിട്ട് അത് ചേർക്കുകയും ചെയ്തിരുന്നു. അത് മറ്റേ ഈ പറഞ്ഞ പോലെ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് മുൻപ് ആ കുറിപ്പ് കോട്ടയത്ത് നിന്ന് പുറത്തിറങ്ങുന്ന തന്മ എന്ന് പറഞ്ഞൊരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അത് നമുക്ക് പൂക്കളോടുള്ളൊരു ഇഷ്ടം, സവിശേഷമായ പൂക്കൾ അത് ശ്രദ്ധിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാ പൂക്കൾക്കും ഒരു വലിയ ചരിത്രമുണ്ട്, ചരിത്രത്തിൽ ഇടമുണ്ട്. അതാണ് പൂക്കളുടെ പുസ്തകത്തിലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പൂക്കൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും അതിൻ്റേതായ ഒരു അസ്തിത്വമുണ്ട്, അതിൻ്റെ ഒരു ഇടമുണ്ട് എന്നതാണ് വസ്തുത. ആ ഇടം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ പോപ്പി പൂവ് സമാധാനത്തിൻ്റെ പോയിട്ട് ഈ യുദ്ധസ്മാരകങ്ങളിൽ സമർപ്പിക്കുന്നത് പോപ്പി പൂവാണ്. അതിന് വലിയൊരു ചരിത്രമുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് അങ്ങനെ ആ പൂവ് കാണുകയും അതിൻ്റെ ചരിത്രം അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുകയും ചെയ്തൊരു കാര്യം അന്നങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഒരു കാര്യമുണ്ട്. ഇന്നലെ ഈ അങ്കൻവാടി കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പം കൈക്കൂലിയുടെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ബിർണാണി വേണമെന്നൊക്കെ പറഞ്ഞ് കൊച്ചുങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 62 ലക്ഷം മനുഷ്യർ 1600 രൂപ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് പറയുന്നത്. അദ്ദേഹം ആലോചിക്കാതെ പറഞ്ഞതാവാനേ തരവുള്ളൂ, അങ്ങനെ പറയാനേ പാടില്ല. കാരണം അങ്ങനെ ഒരു പ്രയോഗം നടത്തുമ്പോൾ സത്യത്തിൽ ഈ പെൻഷൻ വാങ്ങുന്നവർ പാവങ്ങളല്ലേ. ചിലർ തട്ടിപ്പൊക്കെ നടത്തി വാങ്ങുന്നുണ്ടാവും, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെ ഇന്ന് പൈസ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിയായ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ പാവങ്ങളാണ്. പട്ടിണി പാവങ്ങൾ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം പട്ടിണിയൊന്നുമില്ല. എന്നാലും പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. 60 ലക്ഷം വരുന്ന മലയാളികളെ നിങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നേതാവ് അങ്ങനെ പറയില്ല. ആലോചിക്കാതെ പറഞ്ഞായിരിക്കും. അത് തിരുത്തണം, എത്രയും പെട്ടെന്ന് തിരുത്തണം. ഞാൻ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നില്ല. പക്ഷെ അതൊരു കടന്ന കൈയായി, ഒരു മോശം പ്രസ്താവനയായി പോയി. ഒരുപാട് മനുഷ്യരെ അത് വലിയ മാനസിക സംഘർഷങ്ങൾക്കിടയാക്കുന്നതായി പോയി. അത് തിരുത്തണം. അത് അവരുടെ അർഹതയാണ്. ദരിദ്രനായ ഒരാൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ആ ദാരിദ്ര്യം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആ സമൂഹത്തിനാണ്. അവിടെ ഒരു ഭരണവ്യവസ്ഥയുണ്ടെങ്കിൽ ഭരണാധികാരികൾക്കാണ്. പട്ടിണിക്കാരനായ ഓരോ മനുഷ്യനും ജീവിക്കുന്ന നാട്ടിലെ ഭരണകൂടങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഭരിക്കുന്നിടത്ത്, ഞങ്ങൾ ഭരിക്കുന്നിടത്ത് പട്ടിണി ഉണ്ടാവില്ല എന്നൊരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണകൂടം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ആ ഗവൺമെൻറ് മനുഷ്യസ്നേഹ പ്രചോദിതമായി പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ കർഷക തൊഴിലാളി പെൻഷനൊക്കെ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തത് നമ്മളാണ്. ഇപ്പോഴും എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ, എന്താ അതിൻ്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അന്ന് കോൺഗ്രസ് അതിനെ എതിർത്തു. കോൺഗ്രസിന് എപ്പോഴും പറ്റുന്നൊരു പ്രശ്നം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ കണ്ണടച്ചങ്ങ് എതിർക്കുക എന്നുള്ളതാണ്. എന്തു ചെയ്താലും എതിർക്കും. അന്ന് അവർ സമരം ചെയ്തു. അവർ പറഞ്ഞു കർഷക തൊഴിലാളി പെൻഷൻ പാഴ്ചെലവാണ്, അത് കൊടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവരത് അങ്ങനെ പറഞ്ഞിരുന്നില്ല. പിന്നെ അവർ കൊടുക്കില്ലെങ്കിലും പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നില്ല. നമ്മുടെ സമൂഹം അതൊക്കെ ഉൾക്കൊണ്ടു, അംഗീകരിച്ചു. അതൊരവകാശമാണെന്ന ബോധം കർഷക തൊഴിലാളിക്കുണ്ടായി. അവൻ ആത്മനിന്ദോടെയല്ല പെൻഷൻ വാങ്ങുന്നത്, അവൻ അഭിമാനത്തോടെയാണ് ഇതെൻ്റെ അവകാശമാണ് എന്നുള്ളത്. ഇടതുപക്ഷം കേരളത്തിൽ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുക മാത്രമല്ല, കർഷക തൊഴിലാളികൾക്ക് ഒരവകാശ ബോധം കൂടി പകർന്നു കൊടുത്തു. അവനെ ആത്മാഭിമാനമുള്ള മനുഷ്യനാക്കി മാറ്റി. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പറയുന്നത് അത് ചരിത്രത്തോടും കാലത്തോടും ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരോടുമുള്ള ഒരു അവജ്ഞയാണ്, അവഹേളനമാണ്. അത് തിരുത്തണം, അത് തിരുത്തിയേ പറ്റൂ.